മേഘ, മേഘ, മേഘ. അവളുടെ ജീവിതം താറുമാറായെന്ന് അവക്ക് തോന്നണം. അതിനെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. ഏട്ടന്റെ മുഖത്ത് എന്തൊക്കെയോ കള്ളലക്ഷണം ഉണ്ടല്ലോ. ഒരു കള്ളലക്ഷണവും ഇല്ല. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അവളൊരു പ്രേമരോഗിയാ. അച്ഛാ, അല്പസ്വല്പ ചന്തമുള്ള ഏതാണിനെ കണ്ടാലും പിന്നാലെ പോകും അവള്. അവൾ ആളത്ര ശരിയല്ലെന്ന് അവിടെ രണ്ടാലച്ഛൻ പറഞ്ഞിരുന്നു. പിന്നെന്തിനാ അങ്ങനെ ഒരുത്തി അവന്റെ തലയെ കെട്ടിവെച്ചത്? അങ്ങനെ ഒരുത്തിയല്ലേ അവന്റെ ഭാര്യയായിട്ട് വരേണ്ടത്. എന്നാലല്ലേ അവന്റെ ജീവിതത്തിൽ നിന്ന് അവള് തെറിച്ചു പോകൂ. എന്നിട്ട് തെറിച്ചു പോയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവൾ ഒരുത്തനെ വീട്ടിലോട്ട് വിളിച്ചു കയറ്റിയില്ലേ. എന്നിട്ടും കണ്ണേട്ടൻ അവള് കളഞ്ഞില്ലല്ലോ. അത് ശരിയാ. അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അത് കണ്ടില്ലെന്നടിച്ചവൻ ഇനി അവളെ കളയോ? എന്റെയും മഞ്ജുന്റെയും കല്യാണം നടക്കുന്നതിന് മുൻപ് അവളെ തോണ്ടി വെളി കളയണം. ഞങ്ങളൊന്ന് നടക്കാൻ പോവാ. നീ വരുന്നുണ്ടോ ലക്ഷ്മി? ഞാൻ ഈ സമയത്ത് നടക്കാൻ പോറില്ലല്ലോ. ഓ, ആര് പറഞ്ഞോ പോവാറില്ലാന്ന്? നീ എന്റെ കൂടെ വരുമായിരുന്നല്ലോ തടി കുറയ്ക്കാനായിട്ട്. മഹി, തനിക്ക് നടക്കാൻ പോണെങ്കിൽ പൊയ്ക്കോ. എനിക്കതിന് കഴിയില്ലല്ലോ. ഞാൻ പോകുന്നില്ല കണ്ണേട്ടാ, നിങ്ങൾ പൊക്കോ. ഓക്കെ. നടന്നിട്ട് കുറേയായി, അതുകൊണ്ട് കാലിനൊക്കെ ഭയങ്കര വേദന.